അങ്ങനെ ഓണചിത്രങ്ങളും കണ്ടു തീർത്താൽ പിന്നെ നമുക്ക് എങ്ങോട്ട് പോകണം? തൃശ്ശൂരിന് പോകണം. 4ാം ഓണത്തിന് നഗരം വിറപ്പിക്കാൻ തൃശ്ശൂരിൽ പുലികൾ ഇറങ്ങും. തൃശ്ശൂരിൽ ആ പുലിപ്പൂരത്തിന് കൊടിയേറിക്കഴിഞ്ഞു. ഇക്കുറി നഗരത്തിലിറങ്ങുക 9 പുലികളി സംഘങ്ങളാണ്. കൊടിയേറ്റത്തിന് മാറ്റുകൂട്ടിയത് ഭിന്നശേഷിക്കാരാണ്. ബാക്കി കഥ ജെയ്സൺ ചാവോളപ്പിൽ പറയും. അങ്ങനെ ഓണത്തിന് തൃശ്ശൂർ ഒരുങ്ങി കഴിഞ്ഞു. തൃശ്ശൂരിൻ്റെ എല്ലാ ആഘോഷങ്ങളുടെയും സംഗമ കേന്ദ്രമാണ് ഈ തേക്കിൻകാട് മൈതാനിയും അതുപോലെ തന്നെ സ്വരാജ് റൗണ്ടും. ഇപ്പോൾ തന്നെ നാം മേയറുടെ ഡാൻസ് കണ്ടു, പാട്ട് കണ്ടു, കൊട്ട് കണ്ടു. വലിയ സെറ്റപ്പിലാണല്ലോ. 100%. ഈ പ്രാവശ്യം ഞങ്ങളുടെ ഭരണസമിതിയുടെ അവസാനത്തെ പുലിക്കളിയാണ്. അതിനാണ് ഞങ്ങൾ ഈ മിടുക്കന്മാരെ കൊണ്ടുവന്ന് ഈ പ്രാവശ്യം ഭിന്നശേഷിക്കാരാവട്ടെ എന്ന് വിചാരിച്ചു. ഇതൊരു തുടക്കമാണ്. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങളോട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ തുടക്കം നമ്മൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഒടുക്കം ഒരു സംഭവമായി മാറും. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോ വർഷം അത് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. യെസ്, അല്ല, അന്യം നിന്ന് പോകരുത്. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇതിനകത്ത് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാമോ അതെല്ലാം പൂർണ്ണമായ സഹകരണം നടത്തിക്കൊണ്ട് ഇത് നിലനിന്ന് പോകണം. പുതിയ തലമുറയ്ക്ക് അറിയണം. ഇത് കണ്ടിന്യൂ പ്രോസസ്സായി പോകണം. അതിന് എന്ത് സഹായം ഞങ്ങൾ ചെയ്യും. ഇപ്പോൾ തൃശ്ശൂർ 3 പൂവാണ് പ്രധാനം: പൂരം, പുലികളി, പൂക്കളം. ഇപ്പൊ 3ഉം വലിയ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും മേയർ സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് ഇത് ഗംഭീരമാക്കിയിട്ട് ഒഴിയൂ. 100%. ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പൊ ഏതായാലും ഓണം എത്തിക്കഴിഞ്ഞു. അതിന്റെ ആഘോഷവും ഗംഭീരമായി നടക്കാണ്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.